بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. السلام عليكم ورحمة الله وبركاته. പീസ് റേഡിയോ ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ സൈനുൽ ആബിദ് മലോറം, ഞാൻ മുബീൻ കൊടിയത്തൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ ഒരു ദിനത്തിൽ കുറേയേറെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ കുറേയേറെ വിദ്യാർത്ഥിനികളുടെ പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നല്ല അർത്ഥവത്തായ കുറേയേറെ സന്ദേശങ്ങളുള്ള പാട്ടും കഥയും കവിതയും പ്രസംഗങ്ങളുമായിക്കൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ സജീവമായി ലൈവിൽ നമ്മുടെ കൂടെ ഉണ്ട്. സ്റ്റുഡിയോയിലും അല്ലാതെ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് പല ആളുകളും ഫീഡ്ബാക്കിലും അല്ലാതെയൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, നമ്മുടെ പ്രോഗ്രാമുകൾ കേരളത്തിനകത്തും പുറത്തു നിന്ന് അതേപോലെ തന്നെ വിദേശത്ത് നിന്നൊക്കെ കൂട്ടുകാർ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിലേക്ക് അവരുടെ വ്യത്യസ്തങ്ങളായ കലാസൃഷ്ടികൾ, അവരുടെ ഒരു സർഗപ്രതിഭയെ വിളിച്ചോതുന്ന വ്യത്യസ്തങ്ങളായ കലാസൃഷ്ടികളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗാനങ്ങളാണെങ്കിലും കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും ഒക്കെ അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമാവുകയാണ്. അതെ, അതിൻ്റെ കൂടെ പലപ്പോഴും സ്വന്തം വീട്ടിലുള്ള ആളുകൾ തന്നെ രചിച്ച പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ റേഡിയോയിലേക്ക് വരുന്നുണ്ട്. ഒന്ന് രണ്ട് എൻട്രികൾ അങ്ങനെ തന്നെ പ്രത്യേകം എഴുതി വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് വളരെ സന്തോഷം നൽകുന്ന കുറേ അവസരങ്ങളാണ്. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇപ്പോൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. കുട്ടികൾക്ക് പാടാൻ വേണ്ടി രക്ഷിതാക്കൾ ഗാനം രചിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു വ്യത്യസ്തത ഉണ്ട്. അതെ, അത് രചിക്കാന്ന് മാത്രം അത് സ്പെഷ്യലായിക്കൊണ്ട് പെരുന്നാളിന് വേണ്ടി സ്പെഷ്യലായിക്കൊണ്ട് അതിന് വേണ്ടി മാത്രം രചിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം, വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമായ നമ്മുടെ കൂട്ടുകാരെയും അവരുടെ രക്ഷിതാക്കളെയും പീസ് റേഡിയോ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആദ്യം ആരാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? മുഹമ്മദ് അജ്സിൽ, ഒരു സോങ്ങാണ്. GMUP സ്കൂൾ കോട്ടത്തറ. ഓക്കെ, കോട്ടത്തറയിലെ GMUPS സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് അജ്സിലിൻ്റെ ഒരു ഗാനം കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ആരംഭിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദിന്റെ രചന. ഇശൽ ഓശകൾ ചാടിച്ചാച്ചൽ. ഓടി ഫട ജൂന്തട വോടവ കൂടി നടന്തട വേപ്പടി ഗോഫ വസുലാക്കിട വാന്തിയം ജീസ് ഫറാസക്കനെ പുറമ ലമറദിനാലിരിന്തിടവേ ഇമനു സിയാദളുന്തിടവേ അച്ഛമൽച്ചമേന്തിടവേ നിലുബിളു ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ ഓടി ഫട ജൂന്തട വോടവ കൂടി നടന്തട വേപ്പടി ഗോഫ വസുലാക്കിട വാന്തിയം ജീസ് ഫറാസക്കനെ പുറമ ലമറദിനാലിരിന്തിടവേ ഇമനു സിയാദളുന്തിടവേ അച്ഛമൽച്ചമേന്തിടവേ നിലുബിളു ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ കൂടിയ വലിയാറുടെ മെണ്ടുറപ്പാളെതിർപ്പാക്കിയിരിക്കും. കൂടിയ വലിയാറുടെ മെണ്ടുറപ്പാളെതിർപ്പാക്കിയിരിക്കും. ഗോഫാപതിയാരിതു കണ്ടെടുത്തിട്ട മനം സുറാർ ഇബ്നു സിയാദുടം പടിയാം കഷ്ടപ്പെട്ട് ഓരിലം പിടയാം. തുഷിക സലാമത്ത് ഫടയിൽ ഫടലിലും കൂടി തുഷിക സലാമത്ത് ഫടയിൽ ഫടലിലും കൂടി കാട്ടിയ നോട്ടവും തേട്ടവും പാട്ടിലതായി കാട്ടിയ നോട്ടവും തേട്ടവും പാട്ടിലതായി ഓട്ടി പട ചൂന്തട്ട പോട്ടപ്പ കൂടി നടന്നിട്ട് വേപ്പട്ടി ഗോഫ വസുലാക്കിട വാന്തിയ ജീസ് ഫറാസക്കനെ പുറമ ലമറദിനാലിരുന്തിടവേ ഇബ്നു സിയാദളുന്തിടവേ അച്ഛമൽച്ചമേന്തിടവേ നിലുബിളു ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ ബാടാമന കർപ്പൂരം കാപ്പുടയോ പിടയപ്പടി പൂശിട വീശി ബാടാമന കർപ്പൂരം കാപ്പുടയോ പിടയപ്പടി പൂശിട വീശി വമ്പേറും ഇമ്പറുസൻ ബലി അമ്പിതവും ചിതമേ ഒരു ബൈരാൽക്കിനേശനമേ ഇലത് കൂപ്പയോത്തനമേ അയപ്പെടുവാനും തമഞ്ചനും പുനമ്പറാൾ അയപ്പെടുവാനും തമഞ്ചനും പുനമ്പറാൾ ചുറந்து തുടർന്ന് മുതിർന്ന് നടത്തിടവേ ചുറந்து തുടർന്ന് മുതിർന്ന്
ഓട്ടിപ്പട ചൂന്തട്ട പോട്ടപ്പ കൂടി നടന്നിട പേപ്പടി കോഫ ഒസുലാക്കിട വന്നിയ പറാസ കനീപുറമ ദിനാലിരിന്തിടവേ ഇവന് സിയാദളുന്തിടവേ അച്ഛമേന്തിടവേ തെളിവിടും പുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ പുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ കണ്ടവനേന്തിടവേ ബേദി നബി ബന്ദ നബി ഹസനാരെ മുതാബത്താനതിലാടി ബേദി നബി ബന്ദ നബി ഹസനാരെ മുതാബത്താനതിലാടി പിള്ളും മഹമാനവരാനോ മാനകനിന്തവരാ വരതി കറാമയാക്കിടവേ ഫർഗ സലാമു കൂക്കിടവേ ഇബ്നു സിയാദ് നോക്കിടവേ ഇവ തരമണ്ട ഇബ്നു സിയാദ് നോക്കിടവേ ഇവ തരമണ്ട നോക്കി ഹസീദുട കായിദമെന്തിടവേ നോക്കി ഹസീദുട കായിദമെന്തിടവേ ഓട്ടിപ്പട ചൂന്തട പോടപ്പ കൂടി നടന്നിട വേപ്പടി കൂഫ വസുലാക്കിട വന്നിയം പറാസ കനീപുറമ ലമനദിനാലിരിന്തിടവേ ഇബ്നു സിയാദളുന്തിടവേ അച്ഛമേന്തിടവേ ദിലുവിളു ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ ഫുണ്ടാമത് ഉണ്ട ഖലീബത്തി കണ്ടവനേന്തിടവേ കണ്ടവനേന്തിടവേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു തീപ്പൊരി പാട്ടായിരുന്നു അല്ലേ? വളരെ ചടുലമായ പിന്നെ വരികളായിരുന്നു. അതെ, വെടിക്കെട്ട് പാട്ട് എന്ന് പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. മാഷാ അല്ലാഹ്, എല്ലാവരും ഒന്ന് ഉണർത്താൻ പറ്റിയൊരു പാട്ടാണ്. അതെ, ആരെങ്കിലുമൊക്കെ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് അറിവ് കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണവും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ ഇങ്ങനെ തിന്ന് വന്ന് കിടക്കുന്ന ആളുകളുടെ അവരൊക്കെ ഉറക്കത്തിന് ഇങ്ങോട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന രീതിയിൽ വെടിക്കെട്ട് പാട്ടാണ് നമ്മൾ. ഏതായാലും മുഹമ്മദ് അജിസിൽ നമ്മുടെ കൂട്ടുകാരൻ വളരെ ഉഷാറായിട്ട് ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി ഇവിടെ ആലപിച്ചു. ഈ ഒരു മാപ്പിളപ്പാട്ട് GMUPS കൊട്ടത്തറയിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അജിസിൽ. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. അടുത്തതായി നമ്മളോടൊപ്പം ചേരാൻ വേണ്ടി നിൽക്കുന്നത് മുഹമ്മദ് ഷാൻ ഷമീർ. വ്യത്യസ്തമായിക്കൊണ്ട് ഇതുവരെ നമ്മൾ കേട്ടിരുന്ന വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കഥയാണ് മുഹമ്മദ് ഷാൻ നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ദമാമിലെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷാൻ ഷമീർ. അപ്പോൾ മുഹമ്മദ് ഷാൻ്റെ ഈ ഒരു കഥ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂസുഫ് നബിയുടെ ഒരു കഥയാണ്. ഈ കഥ തുടങ്ങുമ്പോൾ യൂസുഫ് നബി ഒരു കുഞ്ഞു കുട്ടിയാണ്. അവരൊരു സ്വപ്നം കാണുന്നത് 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അവർക്ക് സുജൂദ് ചെയ്യുന്നതാ. ഇത് അവരിൻ്റെ ഫാദർ യാക്കൂബ് നബിക്ക് പറഞ്ഞു കൊടുത്തു. യാക്കൂബ് നബി അപ്പോൾ പറഞ്ഞു, ഇത് ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കണ്ട എന്ന്. യൂസുഫ് നബി അത് ആരുടെ അടുത്തും പറഞ്ഞു കൊടുത്തില്ല. ഒരു ദിവസം യൂസുഫ് നബീനെ കൂട്ടിയിട്ട് ആട് മേയ്ക്കാനാണ് പറഞ്ഞിട്ട് അവരിൻ്റെ 11 സഹോദരങ്ങൾ അവരിനെ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഒരു കിണറ്റിൽ അവരിനെ വെച്ചിട്ട് അവിടുന്ന് പോയി. പറഞ്ഞു ചെന്നായ അവരിനെ കൊണ്ടുപോയി പറഞ്ഞിട്ട് നുണ പറഞ്ഞു. യാക്കൂബ് നബിക്ക് നല്ല സങ്കടമായി മകനെ നഷ്ടപ്പെട്ടേന്. അപ്പോൾ അവിടെ നിന്നൊരു വിൽപ്പനക്കാരൻ അവരിനെ കണ്ടിട്ട് യൂസുഫ് നബീനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഭരണാധികാരി അവരിനെ വളർത്തി. യൂസുഫ് നബി വലുതായപ്പോൾ അവരിനെ ജയിലിലിട്ടു, അവർ ചെയ്യാത്തൊരു കുറ്റത്തിന്. അപ്പോഴത്തെ കാലത്തിൽ അങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ. പിന്നെ യൂസുഫ് നബി അത് ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്താക്കി. ആ സമയത്താണ് ഈജിപ്തിൽ വെള്ളവും ഭക്ഷണമൊക്കെ കുറഞ്ഞു പോയപ്പോൾ എല്ലാവരും കൊട്ടാരത്തിൽ വന്നിട്ട് ഫുഡും വെള്ളമൊക്കെ ചോദിച്ച്. ആ സമയത്ത് യൂസുഫ് നബി അവരിൻ്റെ 11 സഹോദരങ്ങളെയും മാതാവിനെയും പിതാവിനെയും കണ്ടു. യൂസുഫ് നബിക്ക് അവരിനെ കണ്ടപ്പോൾ മനസ്സിലായി, പക്ഷെ അവർക്ക് യൂസുഫ് നബീനെ മനസ്സിലായില്ല. പിന്നെ അവർ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. അവര് മാപ്പൊക്കെ ചോദിച്ചു യൂസുഫ് നബീൻ്റെ അടുത്ത്. ഈ ഒരു കുഞ്ഞു കഥയിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മൾക്ക് സ്നേഹിക്കണം, അവരിനെ നമ്മൾ രക്ഷിക്കുകയും ചെയ്യണം എന്തായാലും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇപ്പയുടെയും സഹോദരങ്ങളുടെയൊക്കെ ഒരു കഥ നമുക്കറിയാം. നമ്മളിപ്പോൾ അഴവിറക്കിക്കൊണ്ടിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേ പരമ്പരയിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യാക്കൂബ് നബി. അതെ, ആ യാക്കൂബ് നബിയുടെ മക്കളെ ചരിത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്.
വളരെ മനോഹരമായ കഥ എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച അഹ്സനൽ ഖസസ് അതെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് മഹാനായ യാക്കൂബ് നബിയുടെയും യൂസുഫ് ആ നബിയുടെയും ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അതെ. ഏതാണെങ്കിലും നമ്മുടെ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടി മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. മുഹമ്മദ് സെയിനാണ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നത്. അസ്സലാമലൈക്കും. ഉമ്മാന്റെ കാലടി പാടിലാണു സ്വർഗം മൂർത്തോളിങ്, ഉതുമതിയ മുത്തു മുഹമ്മദ് തേനൂറുള്ള വെളിച്ചോളിങ്. അമ്മിഞ്ഞ പാലിൽ മധുരമെന്നു മറക്കാമോ, അമ്മിഞ്ഞ പാലിൽ മധുരമെന്നു മറക്കാമോ, 1000 പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റടായിടുമോ. ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം ഓർത്തോളിങ്, ഒരുമതിയ മുത്ത മുഹമ്മദ് തേനുള്ള വെളിച്ചോളിങ്. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൽ കാച്ചൽ കാണൂല, കരളിമ്പ പെറ്റുമാക്ക് വാങ്ങാക്കൂല, കരളിമ്പ പെറ്റുമാക്ക് വാങ്ങാക്കൂല. ഉമ്മാന്റെ മടിക്കത്ത് സ്വർഗീയ പൂന്തോട്ടം, ഉമ്മാന്റെ മടിക്കത്ത് സ്വർഗീയ തൊട്ട്. സഹനക്കാവാണ് ഉമ്മ സഹനക്കടലാണ്, സഹനക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗമോർത്തോളിങ്, ഉതുമതിയ മുത്തു മുഹമ്മദ് തേനുള്ള വെളിച്ചോളിങ്. അമ്മിഞ്ഞ പാലിൽ മധുരമെന്നു മറക്കാമോ, അമ്മിഞ്ഞ പാലിൽ മധുരമെന്നു മറക്കാമോ, 1000 പോറ്റമു വന്ന സ്വന്തം പെറ്റടായിടുമോ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. മുഹമ്മദ് സെയിൻ നമുക്ക് വേണ്ടി ഒരു ഗാനം ഇവിടെ ആലപിച്ചു. ഒരു ഉമ്മയെക്കുറിച്ചുള്ള ഗാനമാണ് മുഹമ്മദ് സെയിൻ ഇവിടെ പാടിയിട്ടുള്ളത്. ഉമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഉമ്മ ഇല്ലാതെ ഇരിക്കുമ്പോഴേ ഉമ്മേൻ്റെ വിഷമം അറിയുള്ളൂ. അതെ, അത് ശരിക്കും ഈ കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ. അതുപോലെയാണ് മാതാപിതാക്കൾ ഉള്ളപ്പോഴേ മാതാപിതാക്കളുടെ വില നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യം വിളിച്ചോതുന്ന മനോഹരമായ ഒരു ഗാനമായിരുന്നു മുഹമ്മദ് സെയിൻ ഇവിടെ ആലപിച്ചത്. മുഹമ്മദ് സെയിനിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ആരാണ് അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത്? മുഹമ്മദ് അർഷ്. ഓക്കെ. അവൻ ഗവൺമെൻറ് ബ്രണ്ണൻ HSS തലശ്ശേരിയിലെ ഗവൺമെൻറ് ബ്രണ്ണൻ HSSലെ വിദ്യാർത്ഥി, 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അർഷ്. വീണ്ടും ഒരു ഗാനമാണ് മുഹമ്മദ് അർഷ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹറബത്തുൽ സാക്കിറളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തേരും കൂരും സരഫുടനിധി മതി സന്തോഷപ്പൊന്തുൾ ചന്തം മുന്തിരി സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ അഹമ്മദ് പുണർന്ന് സുഗന്ധ് വെള്ളി മികൈந்து പുകൈந்து കന്നി പിറന്ന് നബി കിമ്പം ഫാത്തിമത്ത് സുഹറ മെച്ചമില്ലക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സാഗി ആലി ഹോജ തരുൾ തരുൾ ബുഷറ നബി തൻ പൊരുൾ മകൾ സുഹറ സുഹറബത്തുൽ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഗർദം തേരും കൂരും ഷറഫുടനിധി മതി സന്തോഷപ്പൊന്തുരുൾ ചന്തം മുന്തിരി സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ മഹിനക്കരളിന്റെ കഷണം മണ്ടരുളിടെ മഹിമർത്തരബത ഉലകങ്കം വെളിപ്പെടെ തരം പോൽ മതവീതി തരം തേനടിമുടി തിരുഗുരു അവരാൾ പുകൾ മഹിള മുത്തുസുജൂതിലാണ്ടേ പിത്തണ ഇട്ടോർ നിണ്ടേ ഉട്ടക്കുടലും അതുണ്ടേ ശിരമിലിട്ടേ മുത്തുസുജൂതിലാണ്ടേ പിത്തണ ഇട്ടോർ നിണ്ടേ ഉട്ടക്കുടലും അതുണ്ടേ ശിരമിലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമഞ്ഞിട്ട് പുറത്തു കൂടിടലായാലി പുലി പുവിക്കിണങ്ങുവതായി സുഹറബത്തുൽ സാക്കിറളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ
സുഹൃതം തേരും കൂരും ഷറഫുടനീതി മതി സന്തോഷ പൊന്തുരുൾ ചന്തം മുന്തിരി സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഖ്. നല്ലൊരു മാപ്പിളപ്പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അതെ, കുറേയേറെ എന്താ പറയുക, ചടുലമായ വരികളുള്ള മാപ്പിളപ്പാട്ടുകൾ പാടാനൊരു കഴിവ് വേണം. നമ്മുടെ നാവ് വഴങ്ങി വരില്ല. ഈ യുദ്ധരംഗത്തുള്ള പിന്നെ സന്ദർഭങ്ങളെ അതേ തീക്ഷ്ണതയോടുകൂടി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടിൻ്റെ വരികൾ, അത് വളരെ മനോഹരമായി അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സന്ദേശം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചടുലത ഒട്ടും ചോർന്നു പോകാതെ ഇവിടെ മുഹമ്മദ് അർഷ് നമുക്ക് വേണ്ടി പാടി കൊച്ചു കൂട്ടുകാരന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാഷാ അല്ലാ, നമ്മൾ പീസ് റേഡിയോ തൽബിയ ബലി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. മുഹമ്മദ് ബിലാൽ ഷിയാസാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്. ഏലാങ്കോട് അന്നൂർ ഹിഫ്ദ് കോളേജിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ബിലാൽ ഷിയാസ്. ഒരു ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലബ്ബൈക പാടുന്നു ജനക്കൊടിയടങ്കലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം നീലാഹിൻ്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടൻ ഓർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിവൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തന തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനക്കൊടിയടങ്കലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം നീലാഹിൻ്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിവൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തന തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ. പല ദേശം പല ഭാഷ പല വേഷമവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം പല ദേശം പല ഭാഷ പല വേഷമവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം അകിരലും ഹരിയുള്ള വിളിച്ചൊരു വിളിക്കെട്ട് അതിർപ്പത്തിന് തൽബിയത്തിന് വചനങ്ങൾ ഉരവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാണ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഒന്ന് കൂടാനേ. ലബ്ബൈക പാടുന്നു ജനക്കൊടിയടങ്കലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം നീലാഹിൻ്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടൻ ഓർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തന തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഖ്. മുഹമ്മദ് ബിലാൽ ഷിയാസ് അവതരിപ്പിച്ചൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഹജ്ജിനെ കുറിച്ചുള്ളൊരു പാട്ടാണ്. അതെ, ഈ ഒരു സന്ദർഭത്തിനോട് വളരെയധികം അനുയോജ്യമായ ഒരു പാട്ടാണ് മുഹമ്മദ് ബിലാൽ ഷിയാസ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ ആലപിച്ചിട്ടുള്ളത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. പീസ് റേഡിയോ ബലി പെരുന്നാൾ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാം തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. കൊച്ചു കൂട്ടുകാരി മുസ്ലിമ അബ്ദുൽ ഷുക്കൂർ. ഒരു പാട്ടുകാരി തന്നെയാണ് മുസ്ലിമ വന്നിട്ടുള്ളത്. അതെ, 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ മുസ്ലിമയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പ കിളി ഞാനാണ്. ഇല്ല റഹീമേ നീയൊഴുകെ അഭയസ്ഥാനം ഇനി വേറെ ഇല്ല ജലാലെ നീയൊഴുകെ സ്വാന്തവനമേകാൻ തണൽ വേറെ. കൈകൾ കൂപ്പിടാം സദയം ഞാൻ നിന്നിൽ ശിരസു നമിച്ചിടാം സദയം ഞാൻ നിന്നിൽ. എല്ലാം അറിയും നാദാ എൻ്റെ ഗുണവും നൽകും നാദാ
സബുവത്തിന് വാഴ്ത്തുന്നേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നേ. ശുക്ർ മുഴയുന്നേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നേ. നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി, ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പൽ കിളി ഞാനാണ്. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ മനോഹരമായി മുസ്ലിമ അബ്ദുഷുക്കൂർ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. കോതക്കുറിശി സ്വദേശിനിയായ മുസ്ലിമക്ക്, 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മുസ്ലിമക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പീസ് റേഡിയോ നേരുകയാണ്. മാഷാ അല്ലാ. മുസ്ലിമയുടെ പാട്ടിന് ശേഷം നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. നിധ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നാഹിദ ALP ആനമങ്ങാട്, ALP സ്കൂൾ ആനമങ്ങാടിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നാഹിദയുടെ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. കുറേയേറെ പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ടല്ലേ. എല്ലാം നിലവാരം പുലർത്തുന്ന വ്യത്യസ്തങ്ങളായ ഗാനങ്ങളാണ്. അതെ, നമ്മൾക്കിങ്ങനെ കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ കുറേയേറെ പാട്ടുകൾ. അപ്പോൾ നാഹിദയുടെ ഗാനം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നാഹിദ. ഞാൻ ആനമങ്ങാട് ALP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റവും സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റവും സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. ബലിയായിട്ടവർ ദേഹം കൊടുക്കുന്നേയം, ബലിയോൻ തുറക്കുന്നു സുബർഗമേഴും. ബലിയായിട്ടവർ ദേഹം കൊടുക്കുന്നേയം, ബലിയോൻ തുറക്കുന്നു സുബർഗമേഴും. ബാപ്പാവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. ബാപ്പാവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. മോനെ ഇസ്മായിൽ
വിധിയെ വിറക്കത്തോരിബ്രാഹിമേ മദിനി വിജയിച്ച പ്രിയ റസൂലേ. മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ്റെയും ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് നമ്മോടൊപ്പം നാഹിദമോൾ ചേർന്നത്. നാഹിദക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഒരു പ്രസംഗമാണ്. നമ്മൾ കുറേ പാട്ടുകളൊക്കെ കേട്ടു, ഇനി നമ്മളൊരു പ്രസംഗമാണ് കേൾക്കുന്നത്. നാബി മുനീർ ആണ് നമുക്ക് വേണ്ടി ഒരു പ്രസംഗം അവതരിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കപ്പെടുമ്പോൾ മാധ്യമലോകത്ത് ഏറെ ശ്രദ്ധേയമായ ടൈം മാഗസിൻ 1974 ജൂലൈ 15 പുറത്തിറക്കിയ പതിപ്പിലെ പ്രധാന ചർച്ചാ വിഷയം മഹത്തുക്കളായ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ ആയിരുന്നു. അതിന് അവർ കൊടുത്ത തലക്കെട്ട് എന്താണ് ഒരു മഹാനേതാവിനെ സൃഷ്ടിക്കുന്നത്. ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള നേതാക്കന്മാരെ പഠനവിധേയമാക്കിക്കൊണ്ട് എന്താണ് അവരെ മഹത്വത്തിലേക്ക് നയിച്ചത്. പ്രമുഖരായ അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളാണ് ആ പഠനത്തിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ വീക്ഷണങ്ങളെ അവതരിപ്പിച്ചത്. അതിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തി അമേരിക്കൻ മനഃശാസ്ത്ര രംഗത്തെ ഏറെ പ്രശസ്തനായ ജൂൾസ് മെസ്സർമാൻ ആണ്. എന്താണ് ഒരു നേതാവിനെ മഹത്വത്തിൻ്റെ ഉന്നതിയിൽ എത്തിക്കുന്നത് എന്നത് തൻ്റെ വീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് 3 അടിസ്ഥാന ഗുണങ്ങളാണ്. 1. തൻ്റെ അനുയായികൾക്ക് നന്മയുണ്ടാക്കുക. 2. അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് തൃപ്തമായ ഒരു ജീവിത ദർശനം മുന്നോട്ട് വെക്കുക. 3. തന്നെ പിന്തുടരുന്ന അനുയായികൾക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്ന വിശ്വാസ സംഹിത പഠിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചരിത്രത്തിൽ ജീവിച്ച ഒരേ ഒരാളിലാണ് ഈ 3 ഗുണങ്ങളും സമ്മേളിച്ചത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലാണ്. നേതൃപാടവ വിദഗ്ധരിൽ പ്രമുഖനായ ജോൺ അഡയാർ ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്, ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് എന്ന്. ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് നേതാക്കന്മാർക്കുണ്ടാകേണ്ട ഇൻറ്റഗ്രിറ്റിയാണ്. എന്താണോ താൻ പറഞ്ഞത് അത് പ്രയോഗവൽക്കരിക്കുന്നതിലുള്ള സത്യസന്ധമായ പരിശ്രമം. അമേരിക്കൻ ആസ്ട്രോഫിസിക്സ്റ്റായ മൈക്കൽ എച്ച് ഹാർട്ട്, അദ്ദേഹവും തൻ്റെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയ 1ാമത്തെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് തന്നെ. വിശുദ്ധ ഖുർആനിൻ്റെ ശക്തനായ വിമർശകനായ മൈക്കൽ എച്ച് ഹാർട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്ത മൈക്കൽ എച്ച് ഹാർട്ട് എന്നും ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന, ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന മൈക്കൽ എച്ച് ഹാർട്ട് എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 1ാമതായി തിരഞ്ഞെടുത്തു എന്നുള്ളതിന് അദ്ദേഹം നൽകുന്ന മറുപടി, ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഇതുപോലെ മാതൃകയായ, ലോകത്തെ ഇത്രയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശക ബുദ്ധിയിലൂടെ നോക്കുന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ മാനവചരിത്രം ഇങ്ങനെയാകുമായിരുന്നില്ല എന്നാണ് മൈക്കൽ എച്ച് ഹാർട്ട് തൻ്റെ വരികൾക്കിടയിലൂടെ പറയുന്നത്. ഉജ്ജ്വല വ്യക്തിത്വങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ടായേക്കാം, എന്നാൽ 23 വർഷം കൊണ്ട് ഉജ്ജ്വല വ്യക്തിത്വങ്ങളുടേതായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധനം വഴി ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമ മാതൃകയുണ്ട്. സൃഷ്ടാവായ പ്രപഞ്ചനാഥൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഇഹലോകത്ത് സംതൃപ്തമായ ജീവിതവും മരണാനന്തരം ശാശ്വതമായ സ്വർഗവും എങ്ങനെ കരസ്ഥമാക്കാം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ അധ്യാപനം പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാ അല്ലാ, വളരെ ഗംഭീരമായ ഒരു പ്രസംഗം, കാലിക പ്രസക്തമായ ഒരു പ്രസംഗം. അതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകുന്ന, ആരും ഒന്ന് തരിച്ചിരുന്ന് പോകുന്ന. അതെ, വളരെ ആകർഷണീയമായ ഒരു ശൈലിയിലുള്ള വളരെ ഗാംഭീര്യമുള്ള പ്രസംഗമായിരുന്നു നാബി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഏതൊക്കെ മേഖലയിലുണ്ടാവും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മേഖലയിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ശരിക്ക് സത്യസന്ധമായിട്ട് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയ തെളിവുകളോട് കൂടിയിട്ടാണ് നാബിഹ് മുനീർ അല്ലേ, നാബിഹ് മുനീർ പ്രസംഗവുമായിട്ട് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള കഴിവുകൾ അത് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മോടൊപ്പം ചേരുന്നത് നദ നസ്രിനാണ്. ഒരു പ്രസംഗം തന്നെയാണ് നദ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നദയുടെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ പാടില്ലെന്ന് ഉമ്മ പറയുമെങ്കിലും പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാത്തത് കാരണം പുറത്ത് കൂരിച്ചൊരിയുന്ന മഴയാണെങ്കിലും ഫാനിൻ്റെ സ്വിച്ചിട്ട് കട്ടിലിൽ തീർത്ത കൊതുകുവലക്കൂട്ടിലേക്ക് കയറി പുതപ്പിട്ട് മൂടിക്കിടക്കാൻ നല്ല രസമാണ്. ദുൽഹിജ്ജ ആദ്യ 10 അമലുകൾ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണെന്നും നന്മ വർദ്ധിപ്പിക്കുന്നതിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം ബലിപെരുന്നാളല്ലേ, സ്കൂൾ തുറക്കുകയല്ലേ എന്നൊക്കെയുള്ള ഉമ്മയുടെ വാക്കുകൾ എൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പതിയെ പതിയെ അത് എന്നെ എന്തൊക്കെയോ ചിന്തിപ്പിച്ചു. ബലിപെരുന്നാൾ എന്ന് കേട്ടാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും അസൂയ തോന്നിപ്പിക്കുന്ന എത്ര കേട്ടാലും മതി വരാത്ത കഥകൾ ആർക്കാണ് ഓർമ്മ വരാത്തത്? മക്കളില്ലാത്ത അവരുടെ പ്രാർത്ഥനയ്ക്ക് വാർദ്ധക്യത്തിൽ കിട്ടിയ മകനെയും ഉമ്മയെയും ആരുമില്ലാത്ത ഒന്നും കിട്ടാത്ത മരുഭൂമിയിലാക്കി തിരിച്ചു പോരുന്ന ഉപ്പ, കൈപിടിച്ച് നടക്കുന്ന ബാല്യത്തിൽ അറുക്കണമെന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച സ്നേഹനിധിയായ ഉപ്പ, അള്ളാഹുവിനെ ഇത്രയേറെ സ്നേഹിച്ച വിശ്വസിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകനു പകരം ആടിനെ നൽകി ബലി നിർവഹിച്ച ആ രംഗമൊക്കെ വർണ്ണാതീതമാണ്. അല്ലാഹു അക്ബർ. പക്ഷെ അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. അറുക്കണമെന്ന വാർത്ത മകനോട് പറഞ്ഞപ്പോൾ, ഉപ്പ നിങ്ങൾ ഭയപ്പെടേണ്ട, ക്ഷമയുള്ള അനുസരണയുള്ള മകനായി എന്നെ ഉപ്പാക്ക് കാണാം എന്ന മകന്റെ മറുപടി. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ, ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ, ഫാഷനായി ഷാൾ കഴുത്തിൽ ചുറ്റിയില്ലെങ്കിൽ, താൽക്കാലിക സുഖമാണെന്നറിഞ്ഞിട്ടും ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഇനി ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവരെ ഇല്ലാതാക്കാനും മടിയില്ലാത്ത കാലം. ഇങ്ങനെ എത്രയെത്ര വാർത്തകൾ പത്രത്തിലും മറ്റും നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തുമോ എന്ന ഭയത്താലല്ലേ നാം ചെയ്യുന്നത്? ഇനി ഒറ്റപ്പെടുത്തലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും നോവ് ആരോടെങ്കിലും പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. പൊരിവെയിലത്തും മഴയത്തും കഠിനാധ്വാനം ചെയ്യുന്നവർ, കുടുംബത്തിനു വേണ്ടി മണലാരണ്യത്തിൽ ഒറ്റപ്പെടുന്നവർ, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്ന് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളെ നാം എന്തുകൊണ്ട് മറന്നു പോകുന്നു? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. മനസ്സിന് വല്ലാത്തൊരസ്വസ്ഥത. പുതപ്പ് മാറ്റി കിടന്നിടത്ത് നിന്ന് എണീറ്റു. റബ്ബേ, എന്നെയും എൻ്റെ കൂട്ടുകാരെയും, അല്ല എൻ്റെ സ്കൂളിനെയും, അല്ല ഈ ലോകത്തിലെ എല്ലാ മക്കളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ മകൻ അനുസരിച്ചതുപോലെ രക്ഷിതാക്കളെ അറിയാനും മറ്റെല്ലാ ദുഷ്ടതകളിൽ നിന്നും റബ്ബിനെ മറന്നുള്ള ജീവിതത്തിൽ നിന്നും നാഥാ കാത്തുരക്ഷിക്കണമേ എന്ന് ഇരു കരങ്ങൾ നീട്ടി അറിയാതെ പ്രാർത്ഥിച്ചു പോയി. ഉമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് ഏറെ സ്വീകാര്യതയുള്ള ഈ 10 എല്ലായ്പ്പോഴും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. മാഷാ അല്ലാഹ്, വളരെയധികം ആകർഷണീയമായ രൂപത്തിൽ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന രൂപത്തിൽ, എന്നാൽ വളരെ ലളിതമായ ഒരു ശൈലിയിൽ നദ നസ്രീൻ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ തീർച്ചയായിട്ടും അത് വരും തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. അത് വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടെയാണ് ഈ ഒരു അവസരത്തിൽ. നദ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ 10 ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയി. ഇനിയുള്ള 3 ദിവസങ്ങൾ കൂടെ നമ്മൾക്കുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ കഴിവിൻ്റെ പരമാവധി അയ്യാമത്തെ തശ്രീഖിന്റെ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുലേക്ക് ഉയരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും, സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ നമ്മൾക്ക് വേറെ കുറേ ദുഃഖങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോ ഇല്ല എന്നുള്ളൊരു
ഇവാലുവേഷൻ നമ്മൾ നടത്തുകയും വരും ദിവസങ്ങളിൽ ഇനിയും ഇൻഷാ അല്ലാഹ് ഇത്തരം അവസരങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രസംഗം അവതരിപ്പിച്ച നെതക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള കഴിവുകൾ, വളരെയധികം വ്യത്യസ്തങ്ങളായ കഴിവുകൾ, ഇത് പ്രബോധന മേഖലയിൽ അതുപോലെയുള്ള ഉപകാരപ്രദമായ മേഖലയിൽ ഉപകാരപ്പെടുവാൻ, ആ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ രക്ഷിതാക്കൾക്ക് കഴിയട്ടെ. നെതക്ക് അതിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മോടൊപ്പം ചേരുന്നത് നാഹിയയാണ്. മമ്പാട്ടുമൂല GLP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നാഹിയ. നാഹിയ ഒരു ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ നഹിയാക്കെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തക്ബീറിൻ ധ്വനികൾ മുഴങ്ങി, തൽബിയത്തിൻ പുളക് വിളങ്ങി, തഹ്ലീലിൻ കിളികൾ ഉണർന്നു, വന്നല്ലോ വലിയ പെരുന്നാൾ. തക്ബീറിൻ ധ്വനികൾ മുഴങ്ങി, തൽബിയത്തിൻ പുളക് വിളങ്ങി, തഹ്ലീലിൻ കിളികൾ ഉണർന്നു, വന്നല്ലോ വലിയ പെരുന്നാൾ. സന്തോഷ പൂത്തിരി കത്തി, സഹന സമാധാനം പുലർത്തി, സർവാധിനാഥനെ വാഴ്ത്തി, വന്നല്ല വലിയ പെരുന്നാൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ത്യാഗത്തിൻ സ്മരണകളല്ലേ, തൗഹീദിൻ തികമികളല്ലേ, ഇബ്രാഹിം നബിയുടെ ചരിതം ഇതിഹാസ പൂമഴയല്ലേ. ത്യാഗത്തിൻ സ്മരണകളല്ലേ, തൗഹീദിൻ തികമികളല്ലേ, ഇബ്രാഹിം നബിയുടെ ചരിതം ഇതിഹാസ പൂമഴയല്ലേ. അല്ലാഹുവിനെ ഭയന്നുള്ള ചിന്തയിൽ പുന്നാരമോനെ ബലിയേകാൻ, പുന്നാരമോനെ ബലിയേകാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തക്ബീറിൻ ധ്വനികൾ മുഴങ്ങി, തൽബിയത്തിൻ പുളക് വിളങ്ങി, തഹ്ലീലിൻ കിളികൾ ഉണർന്നു, വന്നല്ലോ വലിയ പെരുന്നാൾ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കി. മാഷാ അല്ലാ, നല്ലൊരു പാട്ട്, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പാട്ടുമായി കൊണ്ടാണ് നമ്മളോടൊപ്പം നഹിയ കെ ചേർന്നത്. നമ്മൾ LP സ്കൂളിലെ 4ാം ക്ലാസ് അല്ലെ, GLP സ്കൂൾ മമ്പാട്ടുമൂലയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാഷാ അല്ലാ, മോള് നല്ലൊരു പാട്ടായിരുന്നു. നമ്മൾക്കൊക്കെ ഓർത്ത് വെക്കേണ്ട കുറേയേറെ പാട്ടിലൂടെ നമുക്ക് കുറേയേറെ ഓർമ്മകൾ നിലനിർത്താൻ പറ്റിയൊരു പാട്ടായിരുന്നു. അതെ. അപ്പോൾ ഏതായാലും നഹിയക്ക് പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇന്നത്തെ ഒരു സ്റ്റാർ ഗോസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വളരെയധികം അർത്ഥഗർഭങ്ങളായ പ്രസംഗങ്ങൾ, കഥകൾ, അതുപോലെ തന്നെ ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ വളരെയധികം സന്തോഷം നൽകിയൊരു എപ്പിസോഡാണിത്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.